ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെയിലേക്ക്, പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. വളരെ സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തത്. വളരെ സജീവമെന്ന് പറഞ്ഞാൽ പോരാ, ഇന്ന് രാവിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് മുന്നിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും മോഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ എത്രയോ ദിവസമായി ചർച്ച ചെയ്യുന്നു അല്ലേ? അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ആദ്യ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. പുലർച്ചയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 11 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ ഏത് തരത്തിലാകും, ഇനി ആരൊക്കെ കുടുങ്ങാൻ പോകുന്നു എന്നതൊക്കെ വളരെ ഉദ്വേഗം നിറഞ്ഞ കാര്യങ്ങളാണ്. നമുക്കെല്ലാം വിശദമായി പരിശോധിക്കണം. ഇതടക്കം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. എല്ലാം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് 11 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം. അറസ്റ്റ് 2 കേസുകളിൽ. പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കും. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇന്ന് പുനഃസ്ഥാപിക്കും. KPCCക്ക് വീണ്ടും ജംബോ പട്ടിക. പുനഃസംഘടനയിൽ 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരും 6 അംഗങ്ങളെ ഉൾപ്പെടുത്തി. രാഷ്ട്രീയകാര്യ സമിതി വിപുലീകരിച്ചു. പാർട്ടിയിൽ പിടിമുറുക്കി KC വേണുഗോപാൽ. ഹിജാബ് വിവാദത്തിൽ മാനേജ്മെന്റിന് മറുപടി നൽകാതെ കുട്ടിയുടെ പിതാവ്. ഹിജാബ് ധരിക്കാതെ എത്തിയാൽ മാത്രം പഠനം തുടരാമെന്ന നിലപാടിൽ ഉറച്ച് മാനേജ്മെന്റ്. കുട്ടി സ്കൂളിലെത്തുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ഹിജാബ് വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ബീഹാറിൽ 1ാം ഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നു. സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാകാതെ മഹാസഖ്യം. 48 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ഗുജറാത്തിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നതിൽ ഹൈക്കോടതി വിധി ഇന്ന്. ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ഗതാഗതക്കുരുക്കുണ്ടെങ്കിലും ടോൾ നിരക്ക് കുറയ്ക്കാനാവില്ലെന്ന് ദേശീയപാത അതോറിറ്റി. തയ്യാറെടുപ്പുകൾ തൃപ്തികരമെങ്കിൽ മാത്രം അനുമതി. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ച ഇന്ന്. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ ദീർഘദൂര മിസൈലുകൾ ലഭ്യമാക്കുന്നത് ചർച്ചയാകും. യുക്രൈന് മിസൈൽ നൽകുന്നതിൽ റഷ്യയ്ക്ക് അതൃപ്തിയെന്ന് ട്രംപ്. റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ അമേരിക്കയ്ക്ക് യാതൊരു ഉറപ്പും നൽകിയിട്ടില്ലെന്ന് ഇന്ത്യ. വിശദമായി നോക്കാം. ഈ മണിക്കൂറിൽ നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 കേസുകളിലാണ് അറസ്റ്റ്. ഇന്നലെ രാവിലെ വസതിയിൽ നിന്ന് SIT കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് 1 ദിവസം മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നു. പ്രതിയെ ഇന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. S സാരംഗും അതോടൊപ്പം തന്നെ VV അരുണും ഒപ്പം VV വിനോദും കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം S സാരംഗിലേക്ക് കടക്കുകയാണ്. സാരംഗ്, ഇതിപ്പോൾ സ്വർണ്ണപ്പാളി മോഷണ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 11 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുലർച്ചയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 കേസുകളിലാണെന്ന് മനസ്സിലാക്കുന്നു. അതേതൊക്കെ കേസുകളിലാണ്? ഇനിയുള്ള നിയമനീക്കം അതെങ്ങനെയാണ്? തീർച്ചയായും അറിയാം, ഇന്നലെ രാത്രി മുഴുവൻ, അതായത് ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 3 മണിയോടുകൂടിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് പുലർച്ചെ 4 മണിയോടുകൂടി വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരിച്ച് തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ നിന്നും പിന്നെ 7 മണി കഴിയുന്നതോടുകൂടി ഇവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിലും പിന്നെ ഒപ്പം തന്നെ കട്ടിള, അതായത് ഈ ഒരു വാതിൽപ്പടിയിലെ കട്ടിളയിലെ സ്വർണ്ണമോഷണത്തിലും കൂടിയാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു SITയുടെ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ച ആദ്യ അറസ്റ്റാണ്. മാത്രമല്ല ഇതിന്റെ തുടർച്ചയായി പല നിർണായക വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണമൊരുക്കി ഈ ജീവനക്കാർക്കടക്കം വീതിച്ചു നൽകിയെന്നടക്കമുള്ള
ഉൾപ്പെടെയുള്ള പല നിർണായക വിവരങ്ങളും ഈ ഒരു അന്വേഷണ സംഘത്തിന് നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല തുടർന്ന് അന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ഒരു 2 കേസുകളിലും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഒരു വിവാദവുമായി, ഈ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് തന്നെ റാന്നിയിലേക്ക് എത്തിക്കും. തുടർന്ന് ഈ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് അന്വേഷണങ്ങളും മറ്റും ഉണ്ടാവുക. ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ലഭിച്ച സ്വർണ്ണത്തേക്കാൾ ഏറെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ടെന്നടക്കമുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അന്വേഷണ സംഘമായതുകൊണ്ട് തന്നെ തുടക്കം തന്നെ വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഒരു ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ തിരുവനന്തപുരത്തെ ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടരുകയാണ്. ഇവിടെ നിന്ന് ഏത് നിമിഷവും ഈ ഒരു പത്തനംതിട്ട റാന്നിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സാരംഗ് തുടരുക. ഇപ്പോൾ വി വിനോദ് കൂടി നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ, ആദ്യ അറസ്റ്റ് അതുണ്ടായിരിക്കുന്നു. വളരെ നിർണായകമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. അതായത് ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്. ഈ സ്വർണം വിറ്റ് പണം എല്ലാവരും വീതിച്ചെടുത്തു എന്ന തരത്തിലുള്ള നിർണായകമായ മൊഴിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇനി പിന്നാലെ അറസ്റ്റിലാവാൻ ഒരു നീണ്ട നിര തന്നെ, അത് ഉദ്യോഗസ്ഥരുടേതാകാം, ബോർഡ് അംഗങ്ങളുടേതാകാം, അതിങ്ങനെ പിന്നാലെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം, അല്ലേ? ആര്യ, ഇതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നത്. ഒന്നാം പ്രതിയായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണനെ ഒന്നാം പ്രതിയാക്കി ഉള്ള കേസുകളിൽ ഈ വിശദീകരണം വരുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി കൊണ്ടുപോയി എന്നതാണ്. പക്ഷേ ഈ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണം വിറ്റു എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മൊഴി ഇതുവരെ നൽകിയിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നിരപരാധിത്വം പറയുന്നു എന്നതാണ്. പക്ഷേ അത് അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഏതാണ്ട് 3.5 കിലോ സ്വർണത്തിൻ്റെ കുറവാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ കുറവായി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് എവിടെ പോയി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ദേവസ്വം ബോർഡ് രജിസ്റ്റർ ചെയ്ത മഹസറിൽ, അവരുടെ മഹസറുണ്ട്, ഈ സ്വർണം കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ ഔദ്യോഗിക രേഖയായി കൈകാര്യം ചെയ്തിട്ടുള്ള മഹസറിൽ ചെമ്പ് പാളികൾ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് സ്വർണം പതിച്ച പാളികൾ കൊണ്ടുപോയെങ്കിൽ അത് എന്തുകൊണ്ട് ചെമ്പ് പാളിയായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ഈ ദേവസ്വം ബോർഡ് പോലും ഇതിൽ 8ാം പ്രതിയായി വരുന്നത്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അവിടം കൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല. ആരൊക്കെ പിന്നീട് ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും എന്നത് തന്നെയാണ് പ്രധാനം. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റേറ്റ് ഏജൻസിയുടെ അന്വേഷണമാണ്. വിജിലൻസ് ആണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഇഡിയുടെ അന്വേഷണം, CBI അന്വേഷണം, ഇത് ആവശ്യപ്പെടാനുള്ള തീരുമാനം ഉണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് കോടതി വഴിയോ അല്ലെങ്കിൽ CBI അന്വേഷണത്തിനാണെങ്കിൽ സ്റ്റേറ്റ് അതിനൊരു വിജ്ഞാപനം പുറത്തിറക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങൾ വൈകും. അങ്ങനെയാണെങ്കിൽ EDയുടെ വിപുലമായ അന്വേഷണം, ഈ ED ഇതിൽ പ്രാഥമികമായ ചില പരിശോധനകൾ നടത്തുന്നു എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊരു ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് മാറുകയും അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കേസിലെ പ്രതികളെ കേന്ദ്ര ഏജൻസികൾ കസ്റ്റഡിയിലെടുക്കുന്ന നില വരും. അത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നേരത്തെയൊക്കെ നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസിലടക്കമുള്ള സംഭവങ്ങളിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാർ പ്രതികളെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ അവർക്കുമേൽ ഒരു സമ്മർദ്ദം ചെലുത്തി സ്റ്റേറ്റിന് എതിരെയുള്ള മൊഴികൾ വാങ്ങുന്നു എന്ന പരാതി ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് കേസെടുത്ത ചരിത്രവുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സെൻട്രൽ ഏജൻസിയുടെ കൈകളിലേക്ക് ഈ പ്രതികൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോവുക എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാനത്തിനും വലിയ ആശങ്കയുണ്ട്, CPM-ന് ആശങ്കയുണ്ട്, സർക്കാരിന് ആശങ്കയുണ്ട്. ഇതിൽ അത് പറയാൻ കാരണം ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ വിമർശനം വരുന്നുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരെയുള്ള വിമർശനമുണ്ട്. മറ്റൊരു പ്രസിഡന്റായിരുന്ന വാസു, അദ്ദേഹം നേരത്തെ ദേവസ്വം കമ്മീഷണറായിരുന്നു, അദ്ദേഹം കൈകാര്യം ചെയ്ത സമയത്താണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അയ്യപ്പ സംഗമം പോലെ വലിയ പരിപാടി നടത്തി അത് നേരത്തെ ഉള്ള യുവതീ പ്രവേശത്തിൻ്റെ ഒരു
ഡാമേജ് മാറ്റാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്ന സമയത്ത് ഈ അയ്യപ്പ സംഗമം നടത്തുന്നു. എന്നാൽ തൊട്ട് പിന്നാലെ വരുന്നത് ഇടുത്തി പോലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ആ പാളി എവിടെ പോയി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. കട്ടളയിലെ സ്വർണവും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും ഒക്കെ എവിടേക്ക് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ആര് കൊണ്ടുപോയി? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലേക്ക് പോയാൽ ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ പേരുകൾ പറയുമോ എന്നതടക്കമുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്ന് പത്തനംതിട്ട റാന്നി കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ഈ മൊഴികൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിന് വലിയ ഇടപെടൽ സാധ്യമല്ല. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണമാണ്. സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആശങ്ക ഇല്ല എന്ന് കേന്ദ്രങ്ങൾ പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി, മറ്റ് തെളിവുകൾ ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ തന്നെ ഈ പാളുകൾ കൊണ്ടുപോയപ്പോൾ സിനിമാ താരം ജയറാമിൻ്റെ വീട്ടിലടക്കം കൊണ്ടുപോയി അവിടെ നിന്നൊന്നും പണം വാങ്ങിയിട്ടില്ല എന്നൊരു മൊഴിയാണ് നൽകിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി. എങ്കിൽ ഈ സ്വർണം എവിടെ പോയി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതെങ്കിലും സമ്പന്നർക്ക് നൽകിയോ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് ഇത് ചില സമ്പന്നർക്ക്, കോടീശ്വരന്മാർക്ക് വിറ്റു എന്ന കാര്യമാണ് പറയുന്നത്. ഏതായിരുന്നാലും വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ, അവിടുത്തെ സമ്പന്നർ, അവരെയൊക്കെ സംബന്ധിച്ച് ശബരിമല വളരെ വൈകാരികമായ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ, അവരുടെ വീടുകളിൽ വെച്ചിട്ടുണ്ടോ, അതിന് വലിയ തോതിലുള്ള പണം വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി, കോടതിയുടെ മുമ്പിലെത്തുന്ന റിപ്പോർട്ട്, ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആര്യ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ആരുടെ പക്കലാണ് ഉള്ളത് എന്ന് കണ്ടെത്തുക എന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തന്നെയാകും അതിലേറെ നിർണായകമായി വരിക. ഇനിയുള്ള നീക്കങ്ങൾ, ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ, അത് വളരെ തിടുക്കത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയല്ലേ നമുക്ക് കാണുന്നത്? ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക, ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള മറ്റ് പരിശോധനകൾ നടത്തുക എന്നുള്ളത് വളരെ തിടുക്കത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ നടക്കാൻ, അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? ആര്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ശാസ്ത്രീയമായ തെളിവുകളാണ്. ഇത് സ്വർണം പൊതിയുക, സ്വർണം പൂശുക, ഇങ്ങനെ ടെക്നിക്കലി രണ്ട് കാര്യങ്ങളാണ്. സ്വർണം പൊതിയുക എന്നത് ഈ ചെമ്പ് പാളിക്ക് മുകളിൽ തന്നെ സ്വർണത്തിൻ്റെ പ്ലേറ്റ് പതിക്കുക എന്നതാണ്. സ്വർണം പൂശുക എന്നത് ഒരു കെമിക്കൽ വഴിയുള്ള ഒരു പ്രക്രിയയാണ്, ഒരു രാസപ്രക്രിയയാണ്. അത് ശബരിമലയിൽ വെച്ച് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. നമുക്കറിയാം, ഈ കാഡ്മിയത്തിൻ്റെയൊക്കെ പുറത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലോ മറ്റു കാര്യങ്ങളോ ഒക്കെ പൊതിയുന്ന എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ടാങ്കുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അത് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി വലിയ പ്ലാന്റൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് ചെയ്യുന്ന ഒരു രാസപ്രക്രിയയാണ്. പക്ഷേ ശബരിമല പോലെ, സന്നിധാനം പോലെ ചെറിയൊരു പ്രദേശത്ത് അങ്ങനെയുള്ള സ്വർണം പൂശൽ നടക്കില്ല, സ്വർണം പൊതിയലേ നടക്കൂ. അതാണ് വിജയ് മല്യ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ നേർച്ചയായി ശബരിമലയിൽ അദ്ദേഹം ചെയ്ത കാര്യം സ്വർണം പൊതിയലാണ്. അതായത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്ന് നേരത്തെ ഉള്ള ചെമ്പ് തകിടിന് മുകളിൽ പതിക്കുക എന്നതാണ്. ആ ഒരു പാളികൾ ഇവിടെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണം പൂശാൻ കൊണ്ടുപോവുകയാണെങ്കിൽ, ഈ പാളികൾ ഒന്നാകെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ശരിയല്ല. കാരണം പൊതിഞ്ഞ സംഗതിയാണ്. നേരത്തെ ഉള്ള പാളികൾക്ക് മുകളിൽ സ്വർണം പൊതിഞ്ഞ സംഗതിയാണ്. അത് ഒരു പാളിക്ക് മുകളിൽ മറ്റൊരു പാളി വെച്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള നിരവധി പാളികളാണ്, സ്വർണത്തിൻ്റെ പാളികളാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇത് ചെമ്പ് പാളികൾ എങ്ങനെ ആണെന്ന് എങ്ങനെ മഹസറിൽ എഴുതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ മുതൽ ഇതിൻ്റെ തട്ടിപ്പ് തുടരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. സ്വർണം പൊതിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു എന്നതിന് പകരം അത് വെട്ടിത്തിരുത്തി ചെമ്പ് പാളികൾ കൊണ്ടുപോകുന്നു എന്ന് എഴുതിയ ആൾ ഉൾപ്പെടെ, അന്നത്തെ ദേവസ്വത്തിൻ്റെ ചുമതലക്കാർ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങും. അതിന് മുകളിലേക്ക് രാഷ്ട്രീയക്കാർ ഇതിൽ ഉൾപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അന്നത്തെ ദേവസ്വം മന്ത്രിയോ അന്നത്തെ സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകളോ ഒക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴികൾ ഒരു സ്റ്റേറ്റ് ഏജൻസിക്കാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയിലേക്ക് പോകാനൊന്നും സംസ്ഥാനം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നൊരു സമയമാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഉദ്യോഗസ്ഥരുടെ മേലേക്ക് പോകുമെന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്.
പക്ഷേ ഇതിലൊരു കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം, ഇപ്പോൾ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം കേന്ദ്ര ഏജൻസികൾ കൊണ്ടുപോകുന്ന നില വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ സ്റ്റേറ്റിൻ്റെ കാര്യം കൂടുതൽ പരിങ്ങലിലാകും. നമുക്കറിയാം, ലൈഫ് മിഷൻ കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും വളരെ തിടുക്കപ്പെട്ട് ഒന്നും ചെയ്യാതിരുന്നു ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഏജൻസികൾ വരുന്നു എന്നൊരു അവസ്ഥയെത്തിയപ്പോൾ ഈ രേഖകളെല്ലാം പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് അന്ന് സംസ്ഥാന വിജിലൻസിൻ്റെ പ്രവർത്തനമുണ്ടായി. ആ സമയത്തും വിവാദം ഉയർന്നു വന്നതാണ്. രേഖകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഏജൻസികളുടെ കൈകളിലേക്ക് ഈ രേഖകൾ എത്താതിരിക്കാൻ വേണ്ടി രേഖകളെല്ലാം സ്റ്റേറ്റ് ഏജൻസികൾ എടുക്കുന്നു എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ അന്ന് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഏതായിരുന്നാലും തിടുക്കപ്പെട്ട് ഇത്രയും ദിവസം ഇല്ലാതിരുന്ന തരത്തിൽ ഇന്നലെ BJPയുടെ സമരമുണ്ടാകുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ മോർച്ചയുടെ സമരമുണ്ടാകുന്നു. രാജീവ് ചന്ദ്രശേഖർ അവിടെ പ്രഖ്യാപനം നടത്തുന്നു, കേന്ദ്ര ഏജൻസികളെ സമീപിക്കും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൊണ്ടുവരുമെന്ന കാര്യം പറയുന്നു. തൊട്ട് പിന്നാലെ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഇതിന് രാഷ്ട്രീയ മാനങ്ങൾ കൂടി വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്നത് വളരെ വ്യക്തമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ അതിശക്തമായി ഉയർന്നു വരുന്നത്. ചില രക്ഷിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്നുണ്ടാകുന്നുവെന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നത്. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു, ഇനി വമ്പന്മാർ കുടുങ്ങുമോ എന്നുള്ള ആകാംക്ഷയാണ് ബാക്കി നിൽക്കുന്നത്. അതേസമയം തന്നെ തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ വിവാദ സ്വർണ്ണപ്പാളികൾ ഇന്ന് തിരികെ ഘടിപ്പിക്കും. VV അരുൺ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായുണ്ട്. അരുൺ, ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണല്ലേ ഈ വിവാദ സ്വർണ്ണപ്പാളികൾ തിരികെ ഘടിപ്പിക്കുന്നത്? പക്ഷെ അതേസമയം തന്നെ നോക്കൂ, ഭക്തരെ സംബന്ധിച്ച് ഈ വിവാദങ്ങൾ നിലനിൽക്കെ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്നിരിക്കെ ഈ സ്വർണ്ണപ്പാളികൾ തിരികെ ഘടിപ്പിച്ച് കാണുമ്പോൾ വിശ്വാസപരമായ ഒരു വേദന ഉണ്ടാകുക സ്വാഭാവികമല്ലേ? ആര്യ, കോടതിയുടെ അനുമതി തേടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇന്ന് അവിടെ സ്ഥാപിക്കുന്നത്. നേരത്തെ അവിടെ നിന്ന് കൊണ്ടുപോയ പാളികൾ തിരികെ വയ്ക്കുകയാണ്. അത് നേരത്തെ തന്നെ കോടതിയുടെ അനുമതി തേടിയിരുന്നു. കോടതിയുടെ അനുമതി ഇല്ലാതെ അവിടെ കൊണ്ടുപോയതാണ് ഈ വിവാദങ്ങളുടെ തുടക്കമായത്. കോടതിയെ അറിയിക്കാതെ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. അത് ശബരിമലയുടെ ചുമതലയുള്ള ജില്ലാ ജഡ്ജി റിപ്പോർട്ട് ചെയ്യുകയും ഹൈക്കോടതി അറിയിക്കുകയും അവിടെ നിന്നാണ് ഈ സ്വർണം കൊണ്ടുപോയ കാര്യങ്ങളിലൊക്കെ വലിയ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിപ്പോൾ ഈ തട്ടിപ്പ് സ്വർണ്ണ കൊള്ളയടക്കം പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും. ഏതായാലും ഇന്ന് ആ സ്വർണ്ണപ്പാളികൾ തിരികെ വയ്ക്കുകയാണ്. ആ സ്വർണ്ണപ്പാളികൾ തിരികെ വൈകിട്ട് 6 മണിയോട് കൂടി ശബരിമലയിൽ നട തുറന്ന സാധാരണഗതിയിൽ ഈ മാസപൂജകൾക്ക് നട തുറക്കുന്നത് വൈകിട്ട് 5 മണിക്കാണ്. ഇന്ന് 4 മണിക്ക് നട തുറക്കും. തുലാമാസ പൂജകൾക്കായി 4 മണിക്ക് നട തുറക്കും. 6 മണിയോട് കൂടി പാളികൾ തിരികെ വയ്ക്കുകയും ചെയ്യും. 2019 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലാണ് ഇപ്പോൾ കുറവുണ്ടായിട്ടുള്ള എന്ന വിവരം പുറത്തു വരുന്നത്. ഏതായാലും ആ വിവാദങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ ഇന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോയിട്ടുള്ളത്. സെപ്റ്റംബർ 21 ഈ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചത്. കഴിഞ്ഞ മാസം 7 സെപ്റ്റംബർ 7 സ്വർണ്ണം പൂശാനായി കൊണ്ടുപോയ പാളികൾ 21 തിരികെ എത്തിക്കുകയായിരുന്നു. ഹൈക്കോടതി അനുമതി ഇല്ലാതെ അവിടെ സ്ഥാപിക്കാൻ ഇത് തിരികെ വെക്കാൻ കഴിയില്ല. ഹൈക്കോടതി അനുമതി തേടി തന്ത്രിയുടെ കൂടി അനുവാദത്തോടു കൂടിയാണ് ഇന്ന് ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഇന്ന് ക്ഷേത്ര നട തുറക്കും. നാളെയാണ് മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുക. ശബരിമലയിലെയും അതുപോലെ തന്നെ മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നടക്കും. ചിത്തിര ആട്ടവിശേഷം അടക്കമുള്ള പ്രധാനപ്പെട്ട പൂജകൾ നടക്കുന്ന മാസം കൂടിയാണിത്. 22 രാജ്യത്തിന്റെ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നുണ്ട്. ആദ്യമായാണ് നേരത്തെ വീതിഗിരി സന്ദർശനം പറയുന്നെങ്കിലും അദ്ദേഹം അന്ന് ഉപരാഷ്ട്രപതി ആയിരിക്കാൻ സന്ദർശിച്ച വിവരങ്ങളും കൂടി പുറത്തു വരുന്നത്. ഏതായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു 22 ശബരിമല സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി വലിയ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും നടയടക്കുന്ന തുലാമാസ പൂജകൾക്ക് ശേഷം നടയടക്കുന്ന ദിവസമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം. അതിനുവേണ്ടിയുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ശബരിമലയിൽ നിന്ന് പ്രത്യേക ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതിയെ സന്നിധാനത്തേക്ക് എത്തിക്കുക. 6ഓളം വാഹനങ്ങൾ അതിനുവേണ്ടി അകമ്പടിയുണ്ട്. അതിന്റെ ട്രയൽ റണ്ണൊക്കെ ഈ ദിവസങ്ങളിൽ ശബരിമലയിൽ നടക്കുകയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ന് ശബരിമല നട തുറക്കുമ്പോൾ നടക്കാൻ പോകുന്നത് ഈ വിവാദമായ സ്വർണ്ണപ്പാളികൾ തിരികെ വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്ന ദിവസം തന്നെ അത് തിരികെ വയ്ക്കുന്നത് കൂടി ഒരു യാദൃശ്ചികതയായി കാണാം. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകുന്നേരം തുറക്കുകയാണ്. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ വിവാദ സ്വർണ്ണപ്പാളികൾ ഇന്ന് തിരികെ ഘടിപ്പിക്കും എന്നതാണ്
ഏറെ ശ്രദ്ധേയം. സാരംഗ് സുധാകറിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോവുകയാണ്. സാരംഗ്, എപ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ റാന്നി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും? എപ്പോൾ ആ യാത്ര ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? സാരംഗ് സുധാകറിലേക്ക് നമുക്ക് വേഗം മടങ്ങിയെത്താം. എന്തായാലും സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2 കേസുകളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ വസതിയിൽ നിന്ന് SIT കസ്റ്റഡിയിലെടുത്ത് 11 മണിക്കൂറോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ടയിലേക്ക് യാത്ര പുറപ്പെടും. റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാരംഗ്, പറയാം. ആര്യ, ഏതു നിമിഷവും ഇവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 മണിയോടുകൂടി ഇവിടുന്ന് കൊണ്ടുപോകുമെന്നായിരുന്നു നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത് എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണം. മാത്രമല്ല, ഈ ഒരു വലിയ വിവാദങ്ങൾ മറ്റും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്കടക്കം സാധ്യതയുണ്ട്. കാരണം ഈ ഒരു മറ്റ് പ്രതിപക്ഷ പാർട്ടികളും BJP അടക്കമുള്ള നേതൃത്വം ഈ ഒരു വിഷയത്തിൽ വളരെ ഈ ഒരു ജനകീയ വിഷയമായി ഇതിന് ഉയർത്തിക്കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊന്നും ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാതെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായിരുന്നു ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിൽ ഇപ്പോൾ SP ശശിധരൻ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. തുടർന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ നിന്നും മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഒരു ദിവസത്തോളമായി ഇവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ചോദ്യം മുഴുവനായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോലീസ് വാഹനമടക്കം ഇവിടെ തയ്യാറായി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് നിമിഷവും ഇവിടെ നിന്നും ഇറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, സാരംഗ, ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്താകാം നമ്മൾ ഇന്ന് അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ് എങ്കിൽ പോലും ഇത്രയും പുലർച്ചെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിരാവിലെ തന്നെ ഈ നീക്കങ്ങളിലേക്കൊക്കെ കടക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ റാന്നിയിലേക്ക് എത്തുക എന്നതായിരിക്കാം ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ നീക്കം, അല്ലേ? തീർച്ചയായും ആര്യ, കാരണം ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത വളരെയധികമുണ്ട്. കാരണം ഇത് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സെക്രട്ടേറിയറ്റിനും മറ്റും തലസ്ഥാനത്തും കേരളത്തിൽ ഉടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ ഒരു സ്വർണ്ണപ്പാളി വിഷയം കാരണമായിരുന്നു. ഈ ഒരു സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമായിട്ട് അത് പ്രതിപക്ഷമടക്കം ഏറ്റെടുത്തതുകൊണ്ട് ഈ ഒരു പ്രതിഷേധം, അതായത് ഈ ഒരു BJP നേതൃത്വം അടക്കം ഈ ഒരു പ്രതിഷേധ പരമ്പരയായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. മാത്രമല്ല, ഇതൊരു വലിയ വിശ്വാസികളെ ബാധിക്കുന്ന ഒരു വിഷയമായി കൊണ്ട് തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് വലിയൊരു വിശ്വാസ സമൂഹത്തെ ഈ ഒരു വിഭാഗവുമായി ഈ ഒരു വിഷയവുമായി ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും BJPയുടെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തന്നെ പുലർച്ചെയാണ്. മാത്രമല്ല, ഈ ഒരു മെഡിക്കൽ അടക്കം നടത്തിയതും ഈ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പരമാവധി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാതെയുള്ള ഒരു അന്വേഷണം, അതാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇത് പ്രത്യക്ഷത്തിലുള്ള ഒരു അന്വേഷണം, അതായത് ജനങ്ങളിലേക്ക് ഈ ഒരു പ്രതിഷേധത്തിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്താൽ അത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക സർക്കാരിനെ ആയിരിക്കും. മാത്രമല്ല, ഈ ഒരു അന്വേഷണത്തെ തന്നെ അത് ബാധിച്ചേക്കാം. ഒരു ജനകീയ ഒരു വിശ്വാസി സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ഇത്രയും വൈകി നടത്തിയതും തുടർന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു അന്വേഷണ സംഘം കടക്കാൻ കാരണമായത്. ആര്യ, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. സാരംഗിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വിനോദ് നമുക്കൊപ്പം തുടരുകയാണ്. വിനോദ്, കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കൊള്ള, അത് എത്രയോ വർഷമായി തുടർന്നു വന്ന കുറ്റകൃത്യങ്ങളാണ്. പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ആശ്ചര്യമായിരുന്നു ഈ കേസ് തുടക്കം മുതൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക്, വിശ്വാസി സമൂഹത്തിനപ്പുറം സാധാരണക്കാരായിട്ടുള്ള എല്ലാ മലയാളികൾക്കും ഇത് കേൾക്കുമ്പോൾ വളരെ ആശ്ചര്യമായിരുന്നു. ഇതിന്റെ ഓരോ വഴികളും, ഈ തട്ടിപ്പും കൊള്ളയും ഒക്കെ എങ്ങനെ നടന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് പല ഘട്ടങ്ങളിലും നടന്നത് എന്ന് തന്നെ പറയാം. നമ്മൾ ഈ കേസിന്റെ നാൾ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുബുദ്ധി തന്നെയാണോ ഈ വർഷങ്ങൾക്ക് ശേഷം ഈ തട്ടിപ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വഴിവെച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ?
അറിയാ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി മാത്രം എത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനുശേഷം വർഷങ്ങളോളം അവിടെ നിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് ചില സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ബാംഗ്ലൂരിലേക്ക് പോവുകയും അവിടെ ചില വ്യവസായികളുമായി ബന്ധം സ്ഥാപിക്കുകയും ആ വ്യവസായികൾ നമുക്കറിയാം തമിഴ്നാടും ആന്ധ്രയും കർണാടകയും ഒക്കെ വളരെ വിശ്വാസികളുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് അതിസമ്പന്നർ ശബരിമലയിലേക്ക് വരുന്ന ഒരു രീതിയുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. അവിടെ നടത്തുന്ന നേർച്ചകൾ, അങ്ങനെയുള്ള അവരുടെ സമർപ്പണങ്ങൾ, ഇതെല്ലാം തന്നെ നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ അവരെ സ്വാധീനിക്കുകയും അവരുടെ ഒരു ഏജൻ്റായി അല്ലെങ്കിൽ അവരെ ഇവിടെ എത്തിച്ച് അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇടനിലക്കാരനായി മാറുന്ന നില. മാത്രമല്ല ഈ വിജിലൻസിൻ്റെ ആദ്യത്തെ പരിശോധനയിൽ തന്നെ മനസ്സിലായത് ഈ ഏറ്റെടുത്ത നേർച്ചകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പുകളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമ്പത്തുണ്ട്, പക്ഷേ അതെല്ലാം തന്നെ ഈ തരത്തിൽ ഇടനിലം നിന്ന് സമ്പാദിച്ച സ്വത്തുക്കളാണ് എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ ചെന്നെത്തുന്നത്. മാത്രമല്ല ഈ സ്വർണം കൊണ്ടുപോയി ഏതാണ്ട് 39 ദിവസം കഴിഞ്ഞാണ് അവിടെ എത്തുന്നത്. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അവിടെ അതുവരെ ഇത് എവിടെയെല്ലാം കൊണ്ട് സഞ്ചരിച്ചു, എറണാകുളത്തും കോട്ടയത്തുമൊക്കെ കൊണ്ടുപോവുകയും അവിടെ പൂജ നടത്തുകയും ചെയ്ത പല ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. സ്പോൺസറുടെ ക്ഷേത്രത്തിലേക്കടക്കം മലയാളിയായ ഒരു സ്പോൺസറാണ് അദ്ദേഹം പിന്നീട് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം, ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം, ഇങ്ങനെ വളരെ സ്വതന്ത്രമായി ശബരിമലയിലെ സ്വർണം കൊണ്ടു നടക്കാൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മഹസറിൽ എഴുതിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഏറ്റവും വലിയ സംശയങ്ങൾ അവശേഷിക്കുന്നത്. എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പുപാളി എന്ന് തരത്തിൽ എഴുതുന്നത്? പത്മകുമാറിൻ്റെ മകൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പോൺസറായി മാറുന്നത്? വാസുവിന് ഇതിൽ എന്താണ് പ്രത്യേക താല്പര്യമുള്ളത്? അതിന് മുകളിലേക്ക് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുണ്ടായിരുന്നു? അന്നത്തെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അതിലൊക്കെ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചേർക്കുമ്പോൾ ഒരുപക്ഷെ സർക്കാർ ഏജൻസി ആയതുകൊണ്ട് മാത്രമായിരിക്കും ദേവസ്വം ബോർഡ് എന്നെ മാത്രം പ്രതിയാക്കുന്നത്. അതിലെ അന്നത്തെ ആളുകളെയോ ഇന്നത്തെ ആളുകളെയോ പേരെടുത്ത് പറയാതെ ദേവസ്വം ബോർഡ് പ്രതി എന്ന തരത്തിലൊരു ഒഴുക്കൻ മട്ടിലുള്ള രീതിയിൽ പ്രതിപട്ടികയിൽ ചേർത്ത് പോകുന്ന രീതി. പക്ഷേ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല സ്ഥിതി. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകുന്ന സ്ഥിതി ഉണ്ടാകും. എന്നാലും കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഇതുവരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അത് എവിടെയും എത്തുന്നില്ല, കുറച്ച് വരുന്നു, CPM-മായി ഡീലുണ്ടാക്കുന്നു, തിരികെ പോകുന്നു എന്ന തരത്തിലാണ്. ഏതായിരുന്നാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടും എന്ന് തന്നെയാണ്. ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ടായിരിക്കുക, നമ്മളത് എടുത്തു കാണേണ്ട കാര്യമാണ്. കാരണം അയ്യപ്പ സംഗമം നടത്തുമ്പോൾ SNDP യോഗത്തിൻ്റെ വലിയ പിന്തുണ, അകമഴിഞ്ഞ പിന്തുണയാണ്. വെള്ളാപ്പള്ളി നടേശൻ കുറേ കാലങ്ങളായി പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്, സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണയിൽ വലിയ അതിശയമില്ല. പക്ഷേ NSS വരുന്നു. NSSൻ്റെ വലിയ പിന്തുണ അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാരിന് ലഭിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റി, അതായത് ഈ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിലൊരു തിരുത്തൽ വരുത്തി സർക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ പിന്തുണയ്ക്കാം എന്ന രീതിയിലേക്ക് NSS വരുന്നു. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വരുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള എതിർ പ്രചരണം, ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് കരയോഗങ്ങളിലും താലൂക്ക് യൂണിയനുകളിലും ഒക്കെ തന്നെ സുകുമാരൻ നായർക്കെതിരെയുള്ള പ്രചരണം നടക്കുന്നു. അപ്പോഴും അദ്ദേഹം എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് ഈ സ്വർണ്ണ കവർച്ചയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടുകൂടി SNDP യോഗവും NSSും ഈ അയ്യപ്പ സംഗമത്തിന് നൽകിയ പിന്തുണയിൽ നിന്ന് പിന്നാക്കം പോകുന്നു എന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ദേവസ്വം ബോർഡ് പൂർണ്ണമായും അഴിച്ചു പണിയണമെന്നാണ്, അതിൻ്റെ തലപ്പത്ത് IAS-കാരെ കൊണ്ടുവരണമെന്നാണ്. രാഷ്ട്രീയക്കാർ ദേവസ്വം ബോർഡിൻ്റെ മുകളിൽ വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശന് പോലും പോകേണ്ടി വന്നത് ഇതിൻ്റെ ഒരു ആഴം കൊണ്ടാണ്, ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി കൊണ്ടാണ്. ഈ കേസിൻ്റെ ഒരു കുറ്റകൃത്യത്തിൻ്റെ അതിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ ഒരു ഗൗരവം കൊണ്ടാണ് അദ്ദേഹത്തിന് പോലും അങ്ങനെ പറയേണ്ടി വരുന്നത്. സ്വാഭാവികമായും NSSും ഇക്കാര്യത്തിൽ എതിർ ശബ്ദമുയർത്തുന്നുണ്ട്. NSSൻ്റെ നേതൃത്വവും നേരത്തെ സർക്കാരിന് അയ്യപ്പ സംഗമത്തിൽ പിന്തുണ നൽകിയെങ്കിലും ഈ ശബരിമലയിൽ നിന്ന് തന്നെ സ്വർണം നഷ്ടമായി എന്നത്, അത് വലിയ തോതിൽ സ്വർണം നഷ്ടമായി എന്നത് NSSനെ സംബന്ധിച്ചും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിൽ
പ്രതികളെ പിടിക്കണം, കുറ്റക്കാരെ കണ്ടെത്തണം എന്ന് സാമുദായിക സംഘടനകൾ പോലും മാറിപ്പറയുന്ന നിലയിലേക്ക് പോകുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് സർക്കാരാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോഴും അത് കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ, ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരും, അത് ഇടത് സർക്കാരുകളാണ്. അവിടെ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം, അന്ന് അവിടെ ബോർഡ് അംഗങ്ങളായി വന്ന ആളുകളടക്കം സംശയനിലയിലേക്ക് വരുന്നു. ബോർഡ് പ്രതിയാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരോ മാത്രമല്ല. ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതുകൊണ്ട് ഇത് അവസാനിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അതെ, ആ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്തണം. വിനോദ്, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന് റാന്നിയിലെ കോടതിയിലേക്ക് ഹാജരാക്കുവാൻ വേണ്ടി അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനായി കാത്തിരിക്കുകയാണ്. വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന് റാന്നി കോടതിയിലേക്ക് ഹാജരാക്കുവാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നിമിഷം നമുക്ക് അതിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ മറ്റൊരു വാർത്ത പരിശോധിക്കുവാൻ പോവുകയാണ്. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 13 ഉപാധ്യക്ഷന്മാരെയും BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ അടക്കം 59 ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി KPCC പുനഃസംഘടിപ്പിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ 6 പേരെ കൂടി ചേർത്തു. VA നാരായണനാണ് ട്രഷറർ. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പട്ടിക പുറത്തുവിട്ടത്. സെക്രട്ടറി DCC പ്രസിഡന്റ് പ്രഖ്യാപനം പിന്നീട്. നേരത്തെ 5 വൈസ് പ്രസിഡന്റുമാരും 28 ജനറൽ സെക്രട്ടറിമാരുമായിരുന്നു. VV വിനോദ് നമുക്കൊപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, അങ്ങനെ കാത്തുകാത്തിരുന്ന ഒരു പുനഃസംഘടനയാണ്. ഏറെ ചർച്ചകൾക്കൊടുവിൽ ഈ പട്ടിക പുറത്തുവിട്ടപ്പോൾ KPCCയുടെ പട്ടികയല്ല KCയുടെ പട്ടികയാണ് പുറത്തു വന്നത് എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപം ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതൃപ്തി രേഖപ്പെടുത്തുന്നവരുടെ ഒരു വലിയ നിര തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തലവേദന കോൺഗ്രസിന് അടുത്തൊന്നും ഒഴിയുമെന്ന് തോന്നുന്നില്ല, അല്ലേ? ഹലോ ആര്യ, എല്ലാ കാലത്തും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉണ്ടാകുന്നത് ഈ ജംബോ കമ്മിറ്റികൾ രൂപീകരിക്കുന്നു എന്നതാണ്. നേതൃബാഹുല്യം കാരണം താഴെത്തട്ടിൽ പ്രവർത്തിക്കാനോ അതിന് മേൽനോട്ടം കൊടുക്കാനോ ആളില്ല. പക്ഷേ കമ്മിറ്റികളിൽ വലിയ തോതിൽ നേതാക്കളെ കുത്തിനിറയ്ക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിമർശനമായി ഉയർന്നു വരുന്നത് കെ മുരളീധരൻ അടക്കമുള്ളവർ പലപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃയോഗങ്ങളിൽ ഉന്നയിക്കുന്ന കാര്യം ഇതാണ്, ജംബോ പട്ടിക ഒഴിവാക്കണമെന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ ഒരു പുനഃസംഘടന വരുമ്പോൾ KPCCയിൽ ജംബോ പട്ടിക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 13 ഉപാധ്യക്ഷന്മാരും BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ അടക്കം 59 ജനറൽ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിയാണ് KPCC പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ 6 പേരെ കൂടി ചേർത്തിട്ടുണ്ട്. VA നാരായണനാണ് ട്രഷറർ. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ പട്ടിക പുറത്തുവിട്ടത്. മാത്രമല്ല, കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ചർച്ചകളിൽ ഏറ്റവും പ്രധാനം KC വേണുഗോപാൽ തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ വളരെയധികം ശ്രമിക്കുന്നു, തൻ്റെ പ്രാധാന്യം ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് KC വേണുഗോപാലിൻ്റെ നീക്കമുണ്ടാകുന്നു. പക്ഷേ VD സതീശൻ പ്രതിപക്ഷ നേതാവാണെങ്കിൽ കൂടി വലിയ തോതിൽ ഒരു എതിർപ്പ് KCക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം KCയുടെ അനുഗ്രഹാശിസോടുകൂടി പ്രതിപക്ഷ നേതാവായി എത്തിയ ആളാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുമായി ഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ AICC നേതൃത്വത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള AK ആന്റണിക്ക് ശേഷം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് AICC നേതൃത്വത്തിൽ ഇത്രയധികം ഇടം നേടുകയും രാജ്യത്ത് തന്നെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായക ശക്തിയായി മാറുകയും ചെയ്ത KC വേണുഗോപാൽ അടുത്ത് ഭരണമാറ്റമുണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറെ വലിയ തോതിൽ പേര് ഉയർന്നു കേൾക്കുന്ന KC വേണുഗോപാലിൻ്റെ താല്പര്യപ്രകാരമുള്ള ഒരു പട്ടിക തന്നെയാണ് വന്നിട്ടുള്ളത്. കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ നേതാക്കളെ പിണക്കാത്ത തരത്തിലുള്ളൊരു ജംബോ കമ്മിറ്റി, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ഒരു കമ്മിറ്റി എന്ന നിലയിൽ തന്നെയാണ് കാണേണ്ടത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ചതിൽ പോലും അബിൻ വർക്കിയെ ഒഴിവാക്കിയുള്ള തീരുമാനം, അത് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഈ സമീപകാലത്ത് അദ്ദേഹത്തിന് AICCയിൽ പോലും വലിയ പ്രാധാന്യം കിട്ടാത്ത നിലയുണ്ട്. ശശി തരൂരിന് കിട്ടിയ പ്രാധാന്യം പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാതെ പോകുന്ന ഒരു നില. അവിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും ഒരു തിരിച്ചടി എന്നോണം അദ്ദേഹത്തിന് താല്പര്യമുള്ള
ആൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താതെ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടം മാറുന്നു, ഷാഫി പറമ്പിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ KC വേണുഗോപാലിന് താല്പര്യമുള്ള ആൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. ഇപ്പോൾ ഈ പട്ടിക പുറത്തു വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം 13 ഉപാധ്യക്ഷന്മാർ നേരത്തെ ഉണ്ടായിരുന്നത് 5 വൈസ് പ്രസിഡന്റുമാരാണ്. അവിടെയാണ് ഈ സംഖ്യ 13ആയി ഉയരുന്നത്. 28 ജനറൽ സെക്രട്ടറിമാരിൽ നിന്നാണ് 59 ജനറൽ സെക്രട്ടറിമാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. 34 അംഗ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ, VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്ക് പുറമെ പന്തള സുധാകരൻ, CP മുഹമ്മദ്, AK മണി എന്നിവരെയും ഉൾപ്പെടുത്തി അങ്ങനെയാണ് 40 പേരായി ഈ രാഷ്ട്രീയകാര്യ സമിതി മാറുന്നത്. അങ്ങനെ സർവ്വതലത്തിലും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം നോക്കുമ്പോൾ എല്ലാ രീതിയിലും അതിൻ്റെ കമ്മിറ്റികളിൽ ആളുകളുടെ എണ്ണം കൂടുന്ന, നേതൃബാഹുല്യം ഉണ്ടാകുന്നൊരു നിലയിലേക്ക് പോകുന്നു. ജംബോ കമ്മിറ്റികളെക്കുറിച്ച് നേരത്തെ വലിയ വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ആൾക്കാരെ പിണക്കാതെ തൻ്റെ ഒപ്പം നിർത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള KC വേണുഗോപാലിൻ്റെ ഒരു നീക്കമായി തന്നെയാണ് ഇപ്പോഴത്തെ പട്ടികയെ രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. ആര്യ, വിനോദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറി മറിയുന്ന കാഴ്ച അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയം കൂടിയാണ്. ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അത് വളരെ പ്രകടമായിരുന്നു. ഈ KPCC പുനഃസംഘടന കൂടി രംഗത്തേക്ക് വരുമ്പോൾ, ആ പട്ടിക കൂടി പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ വെളിവാകുന്നു എന്നതാണ് സാഹചര്യം. ഒരുപക്ഷെ ഇനിയുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ യാത്രയിൽ സംസ്ഥാനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രബലരെന്ന് കരുതുന്ന പല നേതാക്കളും അപ്രസക്തരാകുന്ന കാഴ്ച കാണേണ്ടി വരും. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കളെ ഒഴിവാക്കിയാലാണ് അവർക്ക് ശത്രുത ഉണ്ടാകുക, എതിർപ്പുണ്ടാകുക. പക്ഷേ പരിഗണന ലഭിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നേതാക്കൾക്ക് ഒരു നേതൃത്വത്തോട് എതിർപ്പുണ്ടാകേണ്ട കാര്യമല്ല. ആ ടാറ്റിക്സ് തന്നെയാണ്, ആ ഒരു തന്ത്രം തന്നെയാണ് KC വേണുഗോപാൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ജംബോ കമ്മിറ്റികളെക്കുറിച്ച് വളരെയധികം പരാതികൾ KC വേണുഗോപാൽ പോലും പല ഘട്ടങ്ങളിലും ഈ ജംബോ കമ്മിറ്റിയെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ജംബോ കമ്മിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ്. കാരണം അംഗങ്ങളുടെ എണ്ണം കൂട്ടുകയാണ്. 13 ഉപാധ്യക്ഷന്മാരെന്ന് പറയുമ്പോൾ 5 പേർ ഉണ്ടായിരുന്ന സ്ഥലത്താണ് അത് 10 13 എന്ന നിലയിലേക്ക് മാറുന്നു. 28 ജനറൽ സെക്രട്ടറിമാർ, 59 ജനറൽ സെക്രട്ടറിമാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ആ നിലയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് ഒരു തരത്തിലും സീനിയർ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് തനിക്കെതിരെ ഒരു നീക്കം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം തന്നെയാണ് KCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസ് കേസ് പിടിക്കുന്നു, പോഷക സംഘടനകൾ എല്ലാം കേസ് പിടിക്കുന്നു. സംഘടനാ സംവിധാനം, പാർട്ടിയുടെ സ്റ്റേറ്റ് ലെവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ രീതികൾ, സംഘടനാ സംവിധാനങ്ങൾ എല്ലാം തന്നെ അതിലൊരു അപ്രമാദിത്വം കൊണ്ടുവരാൻ KC വേണുഗോപാൽ ശ്രമിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് KC അടുക്കുന്നു എന്ന കാര്യം തന്നെയാണ്. ഭരണമാറ്റമുണ്ടായാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യത്തിന് കഴിഞ്ഞ ചില ആഴ്ചകളായി കിട്ടുന്ന മറുപടി, അല്ലെങ്കിൽ KC ഇങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ലാപ്പിൽ കേരളത്തിൽ സജീവമാകുമെന്ന് നേരത്തെ തന്നെ രാഷ്ട്രീയ കേരളം കണക്ക് കൂട്ടിയിരുന്നതാണ്. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സതീശനെ അംഗീകരിക്കാൻ സുധാകരൻ തയ്യാറല്ല, ചെന്നിത്തല തയ്യാറല്ല. ഈ ജൂനിയറായിട്ടുള്ള നേതാക്കൾ പോലും, അതായത് ചെറുപ്പക്കാരായ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടവുമൊക്കെ PV അൻവറിനെ നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് കാണാൻ പോയത് പോലും സതീശൻ അറിഞ്ഞിരുന്നില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ജൂനിയറായിട്ടുള്ള നേതാക്കൾ പോലും സതീശനെ അംഗീകരിക്കാത്തൊരു സാഹചര്യമാണ്. ഷാഫി നേരത്തെ തന്നെ A ഗ്രൂപ്പ് വിട്ട് വേണുഗോപാലിനൊപ്പം പോയി, തിരുവഞ്ചൂർ വേണുഗോപാലിനൊപ്പം പോയി, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പോയി. അവിടെയാണ് ചെന്നിത്തല ഒരു സീനിയർ നേതാവ് എന്ന നിലയിൽ പഴയ നിലപാടിൽ തന്നെ അങ്ങനെ നിൽക്കുന്നു. മാത്രമല്ല ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാടുണ്ട്. തൻ്റെ അപ്പയുടെ ദിവസം, അതായത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം തന്നെ കോൺഗ്രസിൻ്റെ പദവിയിൽ നിന്ന്, തനിക്ക് ചുമതല ഉണ്ടായിരുന്ന പദവിയിൽ നിന്ന് ഒഴിവാക്കി. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ താൻ മാറുമായിരുന്നു, തന്നോട് പറയാതെ ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ ആ മുനയും ചെന്ന് നിൽക്കുന്നത് KC വേണുഗോപാലിലേക്കാണ്. അതായത് പഴയ വിശാല ഐ ഗ്രൂപ്പിൻ്റെ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ നീരസമുണ്ട്. അതേ നീരസം ഉമ്മൻചാണ്ടിയുടെ മകനുണ്ട്. AI ഗ്രൂപ്പുകൾ, പഴയ AI ഗ്രൂപ്പുകൾ ഒരുമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചാണ്ടി ഉമ്മന് രമേശ് ചെന്നിത്തലയുടെ എല്ലാ പിന്തുണയുമുണ്ട്. രമേശ് ചെന്നിത്തലയെ ചാണ്ടി ഉമ്മൻ പിന്തുണയ്ക്കുന്നുമുണ്ട്. അബിൻ വർക്കിയെ ഒഴിവാക്കുമ്പോൾ ആ ഒരു നീരസം രമേശ് ചെന്നിത്തലയും ചാണ്ടി ഉമ്മനും ഒരേ സ്വരത്തിലാണ് പറയുന്നത്. ഈ മുനയെല്ലാം ചെന്ന് കൊള്ളുന്നത് KC വേണുഗോപാലിലേക്കാണ്. അപ്പോഴാണ് ഇങ്ങനൊരു പുനഃസംഘടന വരുന്നത്. മറ്റ് നേതാക്കളെ പിണക്കാതെ പരമാവധി ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജംബോ കമ്മിറ്റിയുമായി വേണുഗോപാൽ അവതരിക്കുകയും ചെയ്യുന്നു. അതിന് അർത്ഥം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മാറ്റമുണ്ടായാൽ വേണുഗോപാലായിരിക്കും എത്തുക. സതീശൻ വഴിമാറി വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ഒരു
കൃത്യമായ നീക്കം നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആര്യ, യെസ്, തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും പുനഃസംഘടനയെ ചൊല്ലി അതൃപ്തി ഇങ്ങനെ പുകയുമ്പോൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിലും അതൃപ്തി ഉണ്ട് എന്നുള്ളത് പരസ്യമായി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ആരെയും ഉൾപ്പെടുത്തിയില്ല എന്ന പരാതിയും ഉയരുന്ന ഒരു സാഹചര്യമാണ്. മറ്റ് വാർത്തകളിലേക്ക് കടന്നാൽ, പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ മാനേജ്മെന്റിന് മറുപടി നൽകാതെ കുട്ടിയുടെ പിതാവ്. ഹിജാബ് ധരിക്കാതെ എത്തിയാൽ മാത്രം പഠനം തുടരാമെന്നാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടി ക്ലാസ്സിൽ എത്തിയിരുന്നില്ല. പരസ്യ പ്രതികരണം നടത്താനില്ലെന്നാണ് സ്കൂൾ മാനേജ്മെന്റും കുട്ടിയുടെ പിതാവും പറയുന്നത്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഹിജാബ് വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാർ അനുനയിപ്പിച്ച ക്രൈസ്തവ സഭകൾ ഹിജാബിൽ സർക്കാരുമായി തെറ്റുകയായിരുന്നു. ഇത് പരിഹരിക്കാനുള്ള വഴികളും വിവാദത്തിന് പിന്നിലെ ഇടപെടലുകളും CPM ചർച്ച ചെയ്യും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും G. സുധാകരന്റെ പാർട്ടിക്കെതിരായ വിമർശനങ്ങളും യോഗത്തിൽ ചർച്ചയാകും. പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നതിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുക. ടോൾ പിരിവ് മരവിപ്പിച്ചത് ദേശീയപാത അതോറിറ്റിയുടെ സാമ്പത്തികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ടോൾ നിരക്ക് കുറയ്ക്കാൻ തീരുമാനമെടുക്കാൻ ദേശീയപാത അതോറിറ്റിക്കാണ് അധികാരമെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. ഗതാഗത കുരുക്കുണ്ടെങ്കിലും ടോൾ നിരക്ക് കുറയ്ക്കാനാവില്ലെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ മുരിങ്ങൂരിലും ആമ്പല്ലൂരിലും പേരാമ്പ്രയിലും ചുറങ്ങരയിലും ഗതാഗത കുരുക്കുണ്ടെന്ന് കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇനി ദേശീയ വാർത്തകളിലേക്ക് കടന്നാൽ, ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാകാതെ മഹാസഖ്യം. 48 സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സീറ്റുകളെ ചൊല്ലി RJDയും കോൺഗ്രസും തമ്മിൽ തുടരുന്ന തർക്കമാണ് അവസാന മണിക്കൂറുകളിലും ഇന്ത്യ സഖ്യം നേരിടുന്ന പ്രതിസന്ധി. ER രാഗേഷ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, ഇന്നലെയും നമ്മൾ ചർച്ച ചെയ്തതാണ് ഇന്ത്യ സഖ്യം നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച്. ഇന്ന് ഈ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിട്ട് പോലും സീറ്റ് വിഭജനത്തിൽ പോലും ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ അടക്കം രാഷ്ട്രീയ പരാജയമായി തന്നെ കണക്കാക്കേണ്ടി വരും. അതെ ആര്യ, കാരണം പ്രതിസന്ധിയുണ്ട്. ഇന്നലെ വൈകിട്ടും ഒരു ധാരണയിലെത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം കോൺഗ്രസ് 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ചില സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്നു. കാരണം കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചത് 70 സീറ്റാണ്. ഇത്തവണ RJD നൽകാമെന്ന് പറഞ്ഞ 58 സീറ്റാണ്. അപ്പോൾ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 48 സീറ്റുകളിലാണ്. അതായത് ചില സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത് സീറ്റുകളുടെ എണ്ണത്തിലല്ല, മറിച്ച് ജയസാധ്യതയുള്ള സീറ്റുകൾ വേണം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അതാണ് ഈ അവസാന നിമിഷവും പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നേതാക്കൾ ആവർത്തിക്കുന്നത് ധാരണയായിട്ടുണ്ട്, ഇന്ന് പ്രഖ്യാപനമുണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 48 പേരുടെ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ തന്നെ സിറ്റിംഗ് MLA മാർ 19 സീറ്റാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. അതിൽ 10-ലധികം പേർക്ക് ഇപ്പോൾ സീറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം ഉൾപ്പെടെയുള്ളവർ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ വിവാദമാകാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, RSSുമായി അടുത്ത ബന്ധമുള്ള അമിത് ഗിരി എന്ന് പറയുന്ന വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ നദോൻ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പേര് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് കൂടാതെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുമായും തർക്കം നിലനിൽക്കുന്നുണ്ട്. കാരണം അവർ ആദ്യം ആവശ്യപ്പെട്ടത് 45 സീറ്റാണ്, പിന്നീട് 35 ചോദിച്ചു, 25 തരാമെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ 18 നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. അതിൽ വലിയ അതൃപ്തി ആ പാർട്ടിയുടെ അധ്യക്ഷനായ മുകേഷ് സൈനിക്കുണ്ട്. അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് പ്രഖ്യാപിക്കാനിരുന്നതാണ്. തുടർന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ ഇടപെട്ടാണ് അവസാന നിമിഷം വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച് താൻ വർഗീയ ശക്തികൾക്കെതിരാണ്, മാത്രവുമല്ല 18 സീറ്റ് എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്നലെ രാഹുൽ ഗാന്ധി തേജസ്വി യാദവുമായി സംസാരിച്ചിരുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ ലാലു പ്രസാദ് യാദവുമായി സംസാരിച്ചു. അപ്പോൾ
പോലും രാത്രി വൈകിട്ട് പോലും ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ്. ഏതായാലും CPM-ന്റെ 4 സ്ഥാനാർത്ഥികളുടെ പട്ടികയും ഇന്നലെ രാത്രി പുറത്തിറക്കിയിരുന്നു. സ്വാഭാവികമായും ഇന്ന് അവസാന ദിവസമാണ്. ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണത്തിനുള്ള തിരക്കിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഏതായാലും ഔദ്യോഗികമായൊരു സീറ്റ് ധാരണ പ്രഖ്യാപനം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആര്യ. CR രാഗേഷാണ് ആ വിവരങ്ങൾ പങ്കുവച്ചത്. ഗുജറാത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന ഇന്ന്. യുവനേതാക്കൾ മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും. മന്ത്രിമാരുടെ എണ്ണം 17-ൽ നിന്ന് 22-ആയി ഉയർത്തിയേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി ഒഴികെ മുഴുവൻ മന്ത്രിമാരും ഇന്നലെയാണ് രാജിവെച്ചത്. രാഗേഷ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഇതിപ്പോൾ ഇത്തരത്തിലൊരു മുഖം മിനുക്കലിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് BJP-യുടെ? ആര്യ, 2022-ൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് BJP സർക്കാർ അവിടെ തുടർഭരണം നേടിയത്. അതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമായ പ്രത്യേകത തെരഞ്ഞെടുപ്പ് കാലത്താണ് മോർബി പാലം ഗുജറാത്തിൽ തകർന്നു വീഴുകയും ഏതാണ്ട് 140-ലധികം ആളുകൾ മരിക്കുകയും ചെയ്തിട്ട് എന്നിട്ട് പോലും ചരിത്ര വിജയം നേടാൻ BJPക്ക് സാധിച്ചു. BJPയുടെ തന്നെ റെക്കോർഡ് അവിടെ മറികടക്കുകയായിരുന്നു. ഇപ്പോൾ ആ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം, ഭൂപേന്ദ്ര പട്ടേൽ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 3 വർഷം പിന്നിട്ടിരിക്കുന്നു. കൂടാതെ പാർട്ടി അധ്യക്ഷനായ CR പാട്ടീൽ, അദ്ദേഹം നിലവിൽ കേന്ദ്രമന്ത്രിയാണ്, ജലശക്തി മന്ത്രിയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായതെ തുടർന്ന് അടുത്തിടെ രാജിവെച്ചിരുന്നു. പകരം ജഗദീഷ് വിശ്വകർമ്മയെ നിയമിച്ചു പുതിയ അധ്യക്ഷനായി. അദ്ദേഹം നിലവിൽ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാണ്. സ്വാഭാവികമായും അവിടെ ഒരു പുനഃസംഘടന വരേണ്ടിയിരിക്കുന്നു. കൂടാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇതെല്ലാം കൂടി കണക്കുകൂട്ടിക്കൊണ്ടൊരു പുനഃസംഘടനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും ഇന്നലെ രാജിവെച്ചത്. നിലവിൽ ഗുജറാത്ത് മന്ത്രിസഭ എന്ന് പറയുന്നത് 17 പേരാണ്. മുഖ്യമന്ത്രിയും 8 ക്യാബിനറ്റ് അംഗങ്ങളും 8 സഹമന്ത്രിമാരും ഉൾപ്പെടുന്ന മന്ത്രിസഭ. അതിൽ തന്നെ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 10-ലധികം പുതുമുഖങ്ങൾ പുതുതായി ഇടം പിടിക്കും. പ്രത്യേകിച്ച് ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജ, അവർ ജാംനഗറിൽ നിന്നുള്ള MLA ആണ്. അവർ പുതുതായി മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതുകൂടാതെ സഹമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുന്ന പലർക്കും അവർക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കും എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു. പ്രത്യേകിച്ച് ഹർഷ് സാങ്വി നിലവിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല അദ്ദേഹം വഹിക്കുന്നുണ്ട്, സഹമന്ത്രി സ്ഥാനം അദ്ദേഹം വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി ലഭിക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെ മൊത്തത്തിൽ സർക്കാർ 3-ാം വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു മുഖം മിനുക്കലിലേക്ക് കടക്കുന്നു. അതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിലൂടെ കൂടുതൽ യുവാക്കളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ അടുത്ത 2 വർഷം സർക്കാർ സജീവമായി ഇടപെടുക, അത് തന്നെയാണ് ഏതായാലും ഇതിലൂടെ BJP കാണുന്നത്. ഏതായാലും 11:30-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആരൊക്കെ മന്ത്രിമാരാകുമെന്ന വിവരം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ആര്യ. CR രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഗുജറാത്തിൽ മന്ത്രിസഭയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ്, മുഖം മിനുക്കലാണ്. പുതിയ മന്ത്രിമാർ ആരൊക്കെ എന്നുള്ളതിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അത് വരും മണിക്കൂറിൽ തന്നെ അറിയാം. ഇന്ന് തന്നെയാണ് സത്യപ്രതിജ്ഞ. രാവിലെ 11:30 സത്യപ്രതിജ്ഞ നടക്കും. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ VP മതിയഴകനെയും പൗണ്ട് രാജിനെയും വിജയ് നേരിൽ കണ്ടു. ചെന്നൈ പനയൂരിലുള്ള TVK ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇരുവരെയും ജയിലിലെത്തി കാണാൻ സാധിക്കാത്തതിൽ വിജയ് ഖേദം പ്രകടിപ്പിച്ചു. കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് മതിയഴകനും പൗണ്ട് രാജും ഇന്നലെയാണ് ജയിൽ മോചിതരായത്. അതേസമയം വിജയ് ഇന്ന് കരൂർ ദുരന്തബാധിതരെ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും യാത്രയെ സംബന്ധിച്ച ക്രമീകരണങ്ങളൊന്നും TVK നടത്തിയിട്ടില്ല. അപ്പോൾ കൂടുതൽ വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. കാഴ്ച യുക്രൈന് ദീർഘദൂര മിസൈലുകൾ ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപും സെലൻസ്കിയും ചർച്ച ചെയ്യും. ഇതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ട്രംപിനെ ഫോണിൽ ബന്ധപ്പെട്ടു. യുക്രൈന് മിസൈൽ നൽകുന്നതിൽ റഷ്യ അതൃപ്തി പ്രകടിപ്പിച്ചുവെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. I did actually say, would you mind if I gave a couple of thousand Tomahawks to your opposition? I did say that to him. I said it just that way. He didn't like the idea. He really didn't like the idea. No, I said it that way. You have to be a little bit lighthearted sometimes, but no, he doesn't want Tomahawk is a vicious weapon. It's a vicious, offensive, incredibly destructive weapon. Nobody wants Tomahawk shot at him. അജയ് സുധാ ബിജു ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ തനി ട്രംപ് ശൈലി തന്നെ അല്ലേ? ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി ചർച്ചകൾ നടത്തുന്നു,
ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നു. അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ്. മറുവശത്ത് ഈ യുദ്ധം കൂടുതൽ ശക്തിപ്പെടുത്താനാണോ ഇപ്പോൾ യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ, മിസൈലുകൾ അടക്കം നൽകുന്ന ചർച്ചയിലേക്ക് കടക്കുന്നത്? ആര്യ, ഈ ട്രംപിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലി ഈ ഭീഷണി മുഴക്കിക്കൊണ്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ അത് അദ്ദേഹം ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും കാര്യത്തിൽ സ്വീകരിച്ച നിലപാടാണെങ്കിലും അതുപോലെ തന്നെ ഈ റഷ്യയുടെയും യുക്രൈൻ്റെയും കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണെങ്കിലും അദ്ദേഹം എപ്പോഴും ഈ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്നത്. സ്ഥിരമായി അദ്ദേഹം നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഇടയിലും അദ്ദേഹം താരിഫ് ഭീഷണി മുഴക്കി, അതുകൊണ്ടാണ് യുദ്ധം നിന്നതെന്നുള്ള ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ടോമഹോക്ക് മിസൈലുകൾ അത് യുക്രൈന് നൽകും എന്നൊരു ഭീഷണിയാണ് ട്രംപ് ഇപ്പോൾ നിലവിൽ മുഴക്കിയിട്ടുള്ളത്. ഇന്ന് വ്ളാഡിമിർ സെലൻസ്കി അദ്ദേഹം US-ൽ ട്രംപിനെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെയാണ് കുറച്ച് പ്രതിനിധി സംഘങ്ങളുമായിട്ട് US-ൽ എത്തിയത്. ഇന്ന് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരമുണ്ട്. ഇതിനു മുൻപ് തന്നെ ടോമഹോക്ക് മിസൈലുകൾ അത് യുക്രൈന് നൽകുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഈ ഇന്നലെ സെലൻസ്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ അദ്ദേഹം പറഞ്ഞത് ഈ മിസൈലുകൾ, ഈ ദീർഘദൂര മിസൈലുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നായപ്പോൾ റഷ്യ ഈ സമാധാന ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്കം കൂട്ടി. അവരിപ്പോഴാണ് ഒരു സമാധാന ചർച്ചകൾക്കായി വരുന്നത്. ഇത് റഷ്യയെ ചൊടിപ്പിച്ചത് കാരണമാണെന്ന് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, റഷ്യയ്ക്ക് മുന്നിൽ ഞങ്ങളിനി എടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ശക്തിയുടെയും നീതിയുടെയും ഭാഷയായിരിക്കും. അതുമാത്രമായിരിക്കും റഷ്യയ്ക്ക് ഇനി മനസ്സിലാവുക എന്ന് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ ചില US ഡിഫൻസ് കമ്പനികളുമായിട്ടും സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, പ്രതിനിധി സംഘങ്ങളും അവരുമായി ചർച്ച നടത്തും. കൂടുതൽ ആയുധങ്ങൾ, ഈ ടോമഹോക്ക് മിസൈൽ മാത്രമല്ല കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനായിട്ടുള്ള ചർച്ചകൾ യുക്രൈൻ നടത്തുമെന്നാണ് വിവരം. ഈ ടോമഹോക്ക് മിസൈൽ എന്ന് പറഞ്ഞാൽ യുക്രൈനിൽ നിന്ന് തൊടുത്തുവിട്ടാൽ നേരെ മോസ്കോയിൽ വരെ ചെന്ന് നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിക്കുന്ന മിസൈലാണ്. ഇത്ര വലിയൊരു ആയുധം അത് യുക്രൈന് ലഭിക്കുകയാണെങ്കിൽ അത് റഷ്യയ്ക്ക് വലിയൊരു ഭീഷണിയാകും, യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ വരെ കാരണമായേക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൂചന തന്നെ ആയിരിക്കാം ഇന്നലെ പുടിൻ ട്രംപുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചിരുന്നു. വളരെ ദീർഘനേരമുള്ള സംസാരമായിരുന്നു. ഈ സംസാരത്തിൽ ട്രംപ് അവകാശപ്പെടുന്നത് പുടിന് ഇത്തരത്തിൽ ഈ മിസൈൽ യുക്രൈന് നൽകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇരു നേതാക്കളും ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും എന്നറിയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പേ കഴിഞ്ഞ 15-ാം തീയതിയായിരുന്നു ഇരുവരും കണ്ടത്. എന്നാൽ യാതൊരുവിധ കോംപ്രമൈസും യുദ്ധത്തിൽ ഉണ്ടായില്ല. ഇനി അടുത്ത കൂടിക്കാഴ്ച ഹംഗറിയിൽ വെച്ച് നടക്കുമെന്ന് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അജയ് സുധാബിജു ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ട്രംപ് പറയുന്നത് ഭയപ്പെടുത്തി മയപ്പെടുത്തുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്നത്. ഇതുമൂലം റഷ്യയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, സമാധാന കരാറിലേക്ക് എത്താൻ റഷ്യയെ ഭീഷണിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. പേരാമ്പ്രയിൽ UDF പ്രവർത്തകരുടെ വീടുകളിൽ പോലീസിന്റെ പരിശോധന. 2 പ്രവർത്തകർ കസ്റ്റഡിയിൽ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ, കോൺഗ്രസ് പ്രവർത്തകരായ മണി പൈതോത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. MS അനീഷ് കുമാറുണ്ട് വിവരങ്ങളുമായി. അനീഷ, ഈ സംഘർഷത്തിനിടെ ഈ സ്ഫോടക വസ്തു പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ അറസ്റ്റും പരിശോധനയും? തീർച്ചയായും ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റ സംഭവവാസങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തുകയും അവിടെ ഈ നാടൻ ബോംബിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് 5 കോൺഗ്രസ് പ്രവർത്തകരെ ആദ്യം അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷമാണ് ഇപ്പോൾ 2 പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. UDF പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപകമായി പരിശോധന നടക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 2 പേരെ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ, കോൺഗ്രസ് പ്രവർത്തകനായ മണി പൈതോത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഈ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് അന്യായമാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും DYSP ഓഫീസിന് മുൻവശത്ത് സത്യാഗ്രഹ സമരമടക്കം നടത്തിയിരുന്നു. ഒപ്പം CPM-ന്റെ തിരക്കഥ അനുസരിച്ചാണ് പോലീസ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന ആരോപണവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. ഇനി ഇതിനൊപ്പം തന്നെ ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് DGP-ക്ക് കോൺഗ്രസ് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഈ പരാതിയിൽ യാതൊരു നടപടികളും സ്വീകരിക്കാതിരിക്കുകയും ഈ മറുവശത്ത് ഈ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് ലീഗ് പ്രവർത്തകരെ വേട്ടയാടുകയും ചെയ്യുന്നുവെന്നും
കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഉടൻ അറസ്റ്റ് അടക്കമുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ വരുന്ന ദിവസം തന്നെ റൂറൽ SP യുടെ വീടിന് മുന്നിൽ ഉപരോധ സമരം നടത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസും പോലീസും തമ്മിലുള്ള പരസ്പരമുള്ള വാഗ്പോര് തുടരുകയാണ്. ഇന്നലെയും ചില ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. അതായത് പ്രകോപനമുണ്ടായത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. പോലീസ് മാത്രമാണ് അവിടെ സ്ഫോടക വസ്തു എറിഞ്ഞിരിക്കുന്നത്. ഡിവൈഎസ്പിയുടെ പക്കൽ ഈ ലാത്തിയോടൊപ്പം ഊരിയ ഗ്രനേഡ് ഉണ്ടായിരുന്നു എന്നടക്കമുള്ള പല ആരോപണങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അതിനിടയിലും നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് അതാണ് അനീഷ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് പറയുന്നത് ഈ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലെന്നാണ്. അത് സാധൂകരിക്കുന്ന തരത്തിൽ പുതിയ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്തു. ആ സാഹചര്യത്തിലും പോലീസ് ഇത്തരത്തിലുള്ള നീക്കവുമായി മുന്നോട്ട് പോയാൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം വീടുകളിലേക്ക് പരിശോധനയുമായി എത്തുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു കൂടുതൽ നേതാക്കളെ എന്ന് പറയുമ്പോൾ, പ്രവർത്തകരെ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രകോപനത്തിന് ഇടയാക്കില്ലേ? കൂടുതൽ പ്രതിഷേധത്തിലേക്ക് സ്വാഭാവികമായും UDF കടക്കില്ലേ? തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ സമരമായി മാറ്റാൻ തന്നെ UDF തീരുമാനിച്ചിട്ടുണ്ട്. UDF ആദ്യം മുതൽ പറയുന്നത് ഇത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വിഷയമാണ്. ഇതിനെന്തിന് CPM ഇടപെടുന്നുവെന്ന ചോദ്യം രംഗത്ത് വെച്ചു. കാരണം CPM നേതാക്കളാണ് ആദ്യം ഈ ദൃശ്യം, ഈ സ്ഫോടക വസ്തുക്കൾ പോലീസ് നിൽക്കുന്ന സൈഡിലേക്ക് പോയി എന്ന് പറഞ്ഞ് പുറത്തുവിട്ടത്. ഇതിനുശേഷമാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചത്. അതായത് സംഭവം നടന്ന 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലത്ത് ഫോറൻസിക് പരിശോധന അടക്കം നടന്നത്. അതുകൊണ്ട് കൃത്യമായ തിരക്കഥയാണ് ഇതിന് പിന്നിൽ എന്ന് ആരോപിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഈ കോൺഗ്രസ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോഴും അത് പ്രത്യേക ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങളും അല്ലെങ്കിൽ പോലീസിന്റെ പക്കലിരിക്കുന്ന ഗ്രനേഡ് ഒക്കെയാണ്. പോലീസിന് ഗ്രനേഡ് കൈവശം വെക്കാൻ അവകാശമുണ്ട്, ഗ്രനേഡ് എറിയാൻ അവകാശമുണ്ട് എന്ന് തന്നെ CPM പ്രവർത്തകർ പറയുന്നു. എന്നാൽ ഇപ്പോഴും ഈ UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ദൃശ്യങ്ങൾ ഈ സ്ഫോടകവസ്തു എറിഞ്ഞത് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനിപ്പോഴും കൃത്യമായ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തും നൽകുന്നില്ല. കൃത്യമായി ചമച്ച ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തേക്ക് എറിഞ്ഞത്. ഒപ്പം CPM പ്രവർത്തകർ കോൺഗ്രസ് ഈ പോലീസ് നിൽക്കുന്നതിനും കുറച്ച് മാറി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് അത്തരം ചില സംശയങ്ങളുണ്ട് എന്നൊക്കെ പറയുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴും ദൃശ്യങ്ങൾ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. തെളിവ് പരമായി പരിശോധിച്ചാൽ അവിടെ നിന്നും ഈ സ്ഫോടക വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അതേസമയം തന്നെ ഈ കൊച്ചിയിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത വരുന്നുണ്ട്. കുട്ടിയെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു രക്ഷിതാക്കൾ എന്നതാണ്. വിഷയത്തിന് വലിയ രാഷ്ട്രീയ മാനം കൈവന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കളുടെ തീരുമാനം. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഇതൊരു നിർണായകമായ നീക്കത്തിലേക്കാണല്ലോ ഈ കുടുംബം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആര്യ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കുട്ടിയുടെ പിതാവ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കുട്ടിയെ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും TC വാങ്ങുന്നു. തങ്ങൾക്ക് കുടുംബത്തിനടക്കം വലിയ മാനസിക സമ്മർദ്ദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതോടൊപ്പം ചില രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും വർഗീയ ധ്രുവീകരണത്തിനും അല്ലെങ്കിൽ തങ്ങളുടെ മേൽ വലിയ രീതിയിൽ ഒരു പഴി ചാരുന്ന രീതിയിലേക്ക് വരുന്നതും തങ്ങളെ മാനസികമായി വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തലമറച്ച് സ്കൂളിലേക്ക് വരണമെന്ന തന്റെ മകളുടെ മൗലിക അവകാശത്തെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ സർക്കാരുമൊക്കെ അനുകൂലമായാണ് പ്രതികരിച്ചത്. പക്ഷേ അതിൽ ഈ സ്കൂളിന്റെ തീരുമാനമാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വർഗീയ ഇടപെടൽ തങ്ങളുടെ മകൾക്കും കുടുംബത്തിനും വലിയ മാനസിക സമ്മർദ്ദമാണ്, ആഘാതമാണ് ഉണ്ടാക്കിയത്. ഇനിയും അതോടെ ദുർവാശിയും ദുരഭിമാനവും മാറ്റിവെച്ച് മറ്റു കുട്ടികളുടെ പഠനം തടസ്സപ്പെടാതെ മുന്നോട്ട് പോകാൻ സ്കൂൾ അധികൃതർ ഇനിയെങ്കിലും തയ്യാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുട്ടിയുടെ പിതാവ് പറയുന്നത്. നാട്ടിലെ സമാധാനം തകർക്കാൻ ഞങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്നും സ്കൂൾ അധികൃതരും PTAയും മറ്റ് തൽപര കക്ഷികളും പിന്മാറണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു എന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും മകൾ ഷോൾ ധരിച്ചു വരുന്നത് മറ്റു കുട്ടികൾക്ക് ഭയം ഉണ്ടാക്കുമെന്നത് സമാനമായ വേഷം ധരിച്ച കന്യാസ്ത്രീകളായ അധ്യാപകർ പറഞ്ഞത് മകളെ അങ്ങേയറ്റം തളർത്തി എന്നുകൂടി പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ മുതൽ തന്നെ ഈ ഒരു അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ കുട്ടിയുടെ TC വാങ്ങാനായിരിക്കും കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരം അറിഞ്ഞിരുന്നു. പക്ഷെ അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അത് പുറത്തേക്ക് പറയാതിരുന്നത്. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസമായി കുട്ടിക്ക് പരീക്ഷയുണ്ടായിരുന്നു. അതിൽ പോലും ഹാജരായില്ല. സ്കൂളിൽ നിന്നും വിളിക്കുമ്പോൾ കുട്ടി ചില ശാരീരിക അസ്വസ്ഥതകളുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് കുറച്ച് അസുഖമുണ്ട്, അതുകൊണ്ട് വരുന്നില്ല എന്ന് തന്നെയാണ് കുട്ടിയും കുട്ടിയുടെ
സഹോദരിയെയും സ്കൂളിലേക്ക് വിട്ടിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ആ ഒരു വിഷയത്തിൽ കുട്ടിക്ക് TC വാങ്ങി, സ്കൂളിൽ നിന്നും TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകാൻ പിതാവ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെ ഇതിന് ഒരു സൂചന പോലും പിതാവ് നൽകിയിട്ടില്ല. എന്തായാലും ഇനി എന്തെങ്കിലും ഒഫീഷ്യലായി തന്നെ മാനേജ്മെന്റിനെ അറിയിക്കുമോ എന്നാണ് അവരും കാത്തിരിക്കുന്നത്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. കൊച്ചി ഹിജാബ് വിവാദത്തിൽ കുട്ടിയെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു രക്ഷിതാക്കൾ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സ്കൂളിനെ ഔദ്യോഗികമായി സമീപിച്ചിട്ടില്ല. വരും മണിക്കൂറിൽ അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട NSDCIയുടെ ദേശീയ ബോർഡ് ജനറൽ സെക്രട്ടറിയായി ശരത് കാരക്കോണം തെരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം നൽകിയും തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കിയും മുന്നോട്ടു പോകുന്ന പദ്ധതിയാണ് കൗശൽ വികാസ് യോജന. ഇനി നമ്മൾ കടക്കുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. രാവിലെയിൽ കുളത്തൂപ്പുഴയിലെ രവിചന്ദ്രന്റെയും സെൽവിയുടെയും മകൾ പ്രിയദർശിനിയുടെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ പ്രിയദർശിനിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അച്ഛന്റെയും അമ്മയുടെയും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം വെരി ഹാപ്പി ബർത്ത്ഡേ. കോഴിക്കോട് വളയം നിരവുമ്മലിലെ ദേവാൻഷി P. അർജുന്റെ 7ാം ജന്മദിനമാണ് ഇന്നലെ. ജന്മദിനമായിരുന്നു ഇന്നലെ. ആശംസകൾ നേരുന്നത് അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമാണ്. അപ്പോൾ ഒരല്പം ലേറ്റായി പോയി ദേവാൻഷി മോൾക്ക് ആശംസകൾ അറിയിക്കാൻ. എന്തായാലും അമ്മയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും ഒക്കെ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം ന്യൂസ് 18 കുടുംബത്തിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് മോളെ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സംഭവബഹുലമായ ഒരു വാർത്താ ദിനം തന്നെയായിരിക്കും ഇന്ന്. നമ്മൾ അതിരാവിലെ തന്നെ കണ്ടതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് എന്ന വാർത്തയിൽ നിന്നാണ് ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇനിയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ നടപടികൾ, നീക്കങ്ങളൊക്കെ നമുക്ക് കാണാം. മാത്രമല്ല മറ്റൊരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ദിവസമാണ്. ന്യൂസ് 18നോടൊപ്പം തുടരുക, വാർത്തകൾക്കൊപ്പം തുടരുക. രാവിലെയുടെ സമയം അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.